ഒന്നാമത്തെ കാര്യം, തുരങ്കപാതയിൽ അഴിമതി നടന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അസാധാരണമായൊരു വേഗമുണ്ടായി. സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അതിന്റെ ഉദ്ഘാടനം നടത്തണം എന്ന ഒരു വ്യഗ്രത മൊത്തം നടപടികളിൽ ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം, വയനാട് വളരെ പാരിസ്ഥിതികമായ ദുർബലമായ പ്രദേശമാണ്. നിരന്തരമായി ഉരുൾപൊട്ടലുകളും അതിവർഷവും പ്രളയവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം. 2 വർഷം മുമ്പാണ് മനുഷ്യരാശിയെ തന്നെ ഞെട്ടിച്ച വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിനു മുമ്പ് പുത്തുമലയിൽ ഉണ്ടായി. മനുഷ്യർ മരിക്കാത്ത നിരവധി ഉരുൾപൊട്ടലുകൾ അവിടെ ഉണ്ടായി. 2018 പ്രളയത്തിന് ശേഷം UN-ഉം ADB-യും വേൾഡ് ബാങ്കും ചേർന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, PDNA. ആ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ അതീവ ദുർബല പാരിസ്ഥിതിക പ്രദേശങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു സ്ഥലമാണ് വയനാട് എന്നറിയാം. പക്ഷെ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയുണ്ട്. നമ്മളത് അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താമരശ്ശേരി ചുരം വലിയ തോതിൽ ട്രാഫിക് ജാം വരികയും കുരുക്ക് വരികയും മണിക്കൂറുകളോളം അവിടെ കിടക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നു. ഇത് ഒരു വലിയ വിഷയമാണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. വയനാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? അത് പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും 6, 7, 8 ചുരത്തിൽ വീതി കൂട്ടാൻ വേണ്ടി, താഴെയുള്ള ചുരങ്ങളേക്കാൾ അവിടെയാണ് ഇപ്പോൾ കഞ്ചഷൻ ഉള്ളത്. ചുരത്തിൽ വീതി കൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 0.98 ഹെക്ടർ വനം അനുവദിച്ചിട്ടുണ്ട്, ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ഇതുവരെ കുറെ കൊല്ലങ്ങളായതിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അത് തന്നെ സംശയാസ്പദമാണ്. ഏതായാലും ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആനക്കാംപൊയിൽ ടു മേപ്പാടി വരെയുള്ള ചുരം, അല്ലെങ്കിൽ കള്ളാടി വരെയുള്ള ചുരം, ആ ചുരം ഇതിന് പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിലാണെന്ന് പറയാമെങ്കിലും അതും വയനാടിന്റെ മുഖ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നില്ല, കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നില്ല. വീണ്ടും തിരുവമ്പാടി മണ്ഡലത്തിലെ കുറെ പ്രദേശങ്ങളിലൂടെ ആനക്കാംപൊയിൽ നിന്ന് വീണ്ടും അത് മെയിൻ റോഡിലേക്ക് എത്താൻ പിന്നെയും സമയമെടുക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു പരിഹാരം, നിർദ്ദേശം മാത്രമാണ് എന്നാണ് അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം മെച്ചപ്പെടുത്താം, മറ്റു ചുരങ്ങളുടെ റോഡുകൾ നമുക്ക് ബലപ്പെടുത്താം, മറ്റു പല സാധ്യതകളും പലരും പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പോകാതെ ചുരം എന്ന ഒറ്റ ആശയം മുമ്പോട്ട് വയ്ക്കുകയും ജനങ്ങളുടെ യാത്രാ ക്ലേശം എന്ന പ്രശ്നം ശക്തമായി ഉയർത്തുകയും അങ്ങനെ ഒരു ജനകീയ വികാരം, കോട്ട് ആൻഡ് കോട്ട്, എങ്ങനെയെങ്കിലും ചുരമുണ്ടായാൽ ഞങ്ങളുടെ യാത്രാ ദുരിതം രക്ഷപ്പെടും എന്ന രൂപത്തിലുള്ള ഒരു ജനവികാരം ഉണ്ടാവുകയും ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് സംബന്ധിച്ച് ഒരു പൊതുധാരണ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ സംഭവം. സർക്കാരിന്റെ എന്തെങ്കിലും ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നത് വേറെ കാര്യം. ഏതായാലും അവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചുരം ഒരു പരിഹാരം എന്ന അർത്ഥത്തിൽ വരികയും ചെയ്തു. പക്ഷെ എങ്ങനെയെങ്കിലും ചുരം ഉണ്ടാക്കുക എന്നതല്ല. ഈ ചുരത്തിന് നിർദ്ദേശം വന്നപ്പോൾ തന്നെ വയനാട്ടിലെയും കേരളത്തിലെയും ഒരുപാട് പാരിസ്ഥിതി വിദഗ്ധർ, ഭൗമശാസ്ത്ര വിദഗ്ധർ, ഹൈഡ്രോളജി വിദഗ്ധർ പല മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ വയനാട് പോലെ ഉള്ള ഒരു ദുരന്ത പ്രദേശത്ത് സോയിൽ പൈപ്പിംഗ് എന്ന ഒരു പ്രതിഭാസം നിരന്തരം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും വെള്ളത്തിന്റെ പ്രവാഹത്തിനനുസരിച്ച് മണ്ണ് താഴേക്കും മുകളിലേക്കും പോവുകയും പൈപ്പ് പോലെ പോവുകയും അത് താഴേക്ക് ചില കിണറുകൾ, വീടുകളൊക്കെ താഴേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രതിഭാസമുണ്ട്. ഇതിന്റെ തൊട്ടടുത്താണ് ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം. അപ്പൊ അവിടെ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവും. അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിന് പാരിസ്ഥിതിക അനുമതി കിട്ടുന്നതിന് വേണ്ടി വളരെ തെറ്റായ വിവരങ്ങൾ നൽകി എന്നിപ്പോൾ വ്യക്തമാണ്. കാരണം PWD, ഈ SIEA, നമ്മുടെ പരിസ്ഥിതി ആഘാതം പഠിക്കുന്ന കമ്മിറ്റിക്ക്, അപ്രൈസൽ കമ്മിറ്റിക്ക്, SEAC, ആ കമ്മിറ്റിക്ക് കൊടുത്ത ഡാറ്റ പോലും തെറ്റായിരുന്നു. കാരണം ഈ കടന്നു പോകുന്ന 7.5 കിലോമീറ്റർ പ്രദേശത്തിന്, അത് താഴെ കൂടിയേ പോകുന്നെങ്കിലും മുകളിൽ യാതൊരുവിധ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. വനം വകുപ്പും അതിൽ കുറെ കള്ളത്തരം കാണിച്ചു. അതിൻ്റെ മീതെ വളരെ എൻഡേഞ്ചേർഡ് ആയ സ്പീഷീസ്, ബാണാസുര ചപ്പിലയുണ്ട്, ആനത്താരയുണ്ട്, 4 ഗോത്ര കോളനികളുണ്ട് അല്ലെങ്കിൽ ഉന്നതികളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അന്ന്. ആ കാര്യങ്ങൾ ഒന്നും പരിഗണിച്ചില്ല. ആ കാര്യങ്ങളൊന്നും പറയാതെ SCAക്ക് കൊടുത്തു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ ദുരന്തമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ നിർവഹണ ഏജൻസിയായ കിഫ്ബി നിർബന്ധപൂർവ്വം ഇടപെട്ട്, കിഫ്ബിയിലെ ഉന്നതർ നിർബന്ധപൂർവ്വം ഇടപെട്ട് SCACയെ കൊണ്ട്
അതിന്റെ ചെയർമാൻ പിരിയുന്ന അവസാന ദിവസം ഇതിന് ഒരു പെർമിഷൻ കൊടുക്കുകയായിരുന്നു. അതും ഓൺലൈൻ എന്തുവാണ് പെർമിഷൻ കൊടുത്തത്. ഈ പെർമിഷനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയി, കോടതി എല്ലാം അംഗീകരിച്ചു എന്നർത്ഥത്തിലാണ് ഇപ്പൊ പറയുന്നത്. കോടതി അംഗീകരിച്ച് ശരിയാണ്, പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നാൽ അത് അംഗീകരിക്കണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും ഇതിന് അനുമതി കൊടുത്തു, തത്വത്തിൽ അനുമതി കൊടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ എല്ലാ അനുമതിയും വലിയ തോതിലുള്ള വ്യവസ്ഥകളോട് കൂടിയാണ് കൊടുത്തത്. ആ വ്യവസ്ഥകൾ ആരും പാലിച്ചില്ല, മറച്ചു വെച്ചത്. ഈ വ്യവസ്ഥകൾ വെച്ച് യഥാർത്ഥത്തിൽ അവിടെ പണിയാൻ പറ്റില്ല. ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് പാറ തുരക്കണം. പാറ തുരക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. വൈബ്രേഷൻ ഇല്ലാതെ എങ്ങനെ പാറ തുരക്കുമെന്ന ചോദ്യത്തിന് പഴയ വെനീസിലെ കച്ചവടക്കാരൻ എന്ന നമുക്കറിയാലോ, പഴയ നാടകമുണ്ടല്ലോ, ഷേക്സ്പിയറിയൻ നാടകം. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു റാത്തൽ മാംസം എടുക്കാം, പക്ഷേ രക്തം ചിന്താൻ പാടില്ല. രക്തം ചിന്താതെ മാംസം എടുത്തുകൊള്ളൂ എന്ന് പറയുന്നൊരു പെർമിഷനാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്. ഇതിന്റെ സാമൂഹ്യാഘാത പഠനം നടത്തിയത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സങ്കീർണമായ, ഇത്രയും ഗൗരവതരമായ ഒരു പ്രശ്നം ഗാഡ്ഗിൽ മുതൽ ഇങ്ങോട്ട് നിരവധി ആളുകൾ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച പാരിസ്ഥിതിക ദുർബല പ്രദേശം, അനുഭവത്തിലുള്ള പ്രദേശം, അതെന്തുകൊണ്ട് ചെയ്തില്ല? ആ ഒരു ചോദ്യമുണ്ട്. അപ്പോ ഇത് അനുമതി കിട്ടിയെന്നുണ്ടെങ്കിലും ഇതിലെ ഭൗമശാസ്ത്ര പഠനം നടത്തണം എന്ന് പറഞ്ഞത്. ഭൗമശാസ്ത്ര പഠനം നടത്തുന്ന പറഞ്ഞാൽ ഈ തുരങ്കം ഉണ്ടാകുമ്പോൾ തുരങ്കത്തിന്റെ മീതെ 1000 മീറ്റർ വരെ മണ്ണുയരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. മണ്ണ്, പാറ, അതിന്റെ മീതെ സംഗതികളുണ്ട്. 20 മീറ്റർ വരെ ഉയരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത് താഴേക്ക് ഇരിക്കുമോ? ഇതിന്റെ വെയിറ്റ് മാറുമോ? പ്രത്യേകിച്ചും അതിവർഷം പെയ്യുമ്പോൾ ഇതിന്റെ ജലപാത എങ്ങനെയായിരിക്കും? പഠനം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പഠനവും നടത്തിയില്ല. ഒരു പഠനവും നടത്തണമെന്ന് ആ കണ്ടീഷനിലാണ് അനുമതി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അനുമതിക്ക് വിലയുണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷൻ നടപ്പാക്കണം. പിന്നെ കുറെ സാധാരണ കണ്ടീഷൻസ് ഉണ്ട്. എന്തായാലും ഇതൊന്നും പരിഗണിച്ചില്ല. ഉദ്ഘാടനം നടത്തി അനക്കാംപൊയിലിൽ 3 തവണയായിട്ട് ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനത്തിന്റെ ധൃതി കാണുമ്പോൾ തന്നെ എന്തോ ചിലത് മണക്കുന്നില്ലേ എന്ന് ചിലർ സംശയിച്ചിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി, പഴയ പ്രതിപക്ഷ നേതാവ് തന്നെ അവിടുത്തെ മണ്ണ് ഗൗരവതരമായി ജിയോളജിക്കൽ പരിശോധന നടത്തണം എന്ന ഈ EIA-യുടെ പാരിസ്ഥിതിക അനുമതിയുടെ ഇത് വെച്ച് പറഞ്ഞിരുന്നു. പാരിസ്ഥിതിക അനുമതി കൊടുക്കും. മാത്രമല്ല അവിടെ EMP, അതായത് എൻവറോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവണം. അതിന് വളരെ ചെറിയൊരു തുകയാണ് ആദ്യം വകയിരുത്തിയത്, പിന്നെ കുറച്ചുകൂട്ടി. അതുപോലും വളരെ ചെറിയൊരു തുകയാണ്. 2134 കോടി രൂപയുടെ പദ്ധതി യഥാർത്ഥത്തിൽ 15 കോടിയാണ് ഇതിന് കൊടുത്തത്. EMP. ഇത്രയും ഗൗരവതരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നറിയാം. ഇതിന്റെ തൊട്ടടുത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം വയനാടിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പാറയും പാറയ്ക്ക് മേൽ മണ്ണും മണ്ണിന് മേൽ സസ്യാവരണവും ആവാസ വ്യവസ്ഥയും അങ്ങനെ അടുക്കടുക്കായി പോയിട്ടുള്ളതാണ്. ഈ മണ്ണിനും പാറയ്ക്കും ഇടയിലൂടെ എപ്പോഴെങ്കിലും വലിയ തോതിൽ വെള്ളമിറങ്ങിയാൽ, അതിവർഷം ഉണ്ടായാൽ മണ്ണ് പോന്നാൽ മണ്ണ് താങ്ങി നിർത്തിയിരിക്കുന്ന പാറ പോരും, പാറ പോന്നാൽ വീണ്ടും അത് താങ്ങിയിരിക്കുന്ന മണ്ണ് പോരും. അങ്ങനെ ഒരു വിഷ്യസ് സൈക്കിളായി അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഉണ്ടാവാം എന്ന് നമ്മളെ പഠിപ്പിച്ചത് കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ് എന്നുകൂടി അറിയുക. ഇത്ര വലിയ ദുരന്തമായിരുന്നു. ഇപ്പൊ ഉണ്ടായ സംഭവം യഥാർത്ഥത്തിൽ ഇതൊരു സൂചനയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ ഇതുവരെ പാറ പൊട്ടിച്ച് ഈ ആനക്കാംപൊയിൽ ഭാഗത്ത് താഴേന്നെ പാറ പൊട്ടിച്ചിട്ടില്ല. മോളിൽ നിന്ന് കള്ളാടി ഭാഗത്ത് നിന്ന് ഇതുവരെ പാറ പൊട്ടിച്ചിട്ടില്ല. ഒരു പാറയിൽ ആഘാതം ഉണ്ടാകുമ്പോൾ ആ പാറയുടെ ഏതറ്റം വരെയും, പാറ വളരെ നീണ്ടതാണ്, പലപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടതാണ്, വേറെ സ്ഥലത്ത് ആഘാതം ഉണ്ടാവാം. പാറ പൊട്ടിക്കാൻ തുടങ്ങിയാൽ ഇനി എന്തുണ്ടാവും എന്ന്, അതിന് മീതെയുള്ള മണ്ണിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് യാതൊരു പഠനവും നമ്മുടെ ഇല്ല. നമ്മുടെ ഒരു ജിയോളജി പഠനവും നമ്മുടെ ഇല്ല. ഇപ്പൊ ചെയ്തിട്ടുള്ള എന്താ, കള്ളാടിയിൽ ഒരു 170-80 മീറ്റർ മണ്ണെടുക്കണം. അതിൽ 50 മീറ്റർ ഒറ്റ മണ്ണെടുത്തിട്ടുള്ളൂ. ഇനിയും 10, 30, 40 മീറ്റർ മണ്ണെടുക്കാനുണ്ടെന്ന് പറയുന്നു. കൃത്യമായ ആൾ പറയില്ല. ഈ മണ്ണാണ് നമ്മൾ TV ചാനലിൽ കാണുമ്പോൾ വലിയ തോതിൽ കൂട്ടിയിട്ടിരിക്കുന്നത്, അതിൻ്റെ മീതെ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദുരന്തം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ദുരന്തം ഉണ്ടാവാനുള്ള കാരണം ഇത് ശരിയായ ശാസ്ത്രീയ പഠനം നടത്താത്തതാണ് എന്ന വാദത്തിൽ തുടങ്ങണം. രണ്ടാമത്, ഇതിന് അപ്രൂവൽ, പരിസ്ഥിതിക അനുമതി കൊടുത്തിട്ടുള്ള അനുമതിയിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ പാലിച്ചോ എന്നറിയണം. വ്യവസ്ഥകൾ പാലിക്കുന്നത് പലപ്പോഴും അത് ബൈപ്പാസ് ചെയ്തു പോകും. ഇത് കൊടുത്തത് കൊങ്കൺ റെയിൽവേക്കാണ്. കൊങ്കൺ റെയിൽവേ ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ മറ്റൊരു കമ്പനിക്ക് അത് സബ് കോൺട്രാക്ട് ചെയ്തു. കിറ്റ്കോ ആണ് ഇതിന്റെ DPR ഉണ്ടാക്കിയത്.
DPR-ൽ തന്നെ 60-ലേറെ ചോദ്യങ്ങൾ അന്ന് ഇതിന്റെ വിദഗ്ധരായ ആളുകൾ ചോദിച്ചിരുന്നു, EIA-ക്ക് വേണ്ടി ചോദിച്ചിരുന്നു. കിറ്റ്കോയ്ക്ക് ഇതിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ല എന്ന് നമ്മൾ ഏകദേശം അറിയാം. ഇപ്പോൾ ദുരന്തമുണ്ടായി, 6-7 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. അവിടുത്തെ തൊഴിലാളികളും എഞ്ചിനീയർമാരുമാണ്, അവര് നമ്മുടെ നാട്ടുകാരല്ല. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ജൂൺ 25-ാം തീയതി PWD സെക്രട്ടറിയും മന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ പോയി കൃത്യമായി മണ്ണ് കൂട്ടിയിടരുത് എന്ന് അവരോട് നിർബന്ധിച്ചിരുന്നു. ഒന്ന്, കനത്ത മഴ പെയ്യുമ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഹൈക്കോടതി ചോദിച്ച ചോദ്യമുണ്ട്, അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചു. നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചെങ്കിൽ എങ്ങനെയാണ് എഞ്ചിനീയർമാരും ഈ ജോലിക്കാരും ഒക്കെ ഇതിൽ ഒലിച്ചു പോകുന്നത് എന്ന ചോദ്യമുണ്ട്. ആദ്യം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഈ മണ്ണ് അവിടെ കൂട്ടിയിട്ടതാണ് പ്രശ്നമെന്നാണ്. മണ്ണ് കൂട്ടിയിട്ടത് ആ മണ്ണ് ഒലിച്ചു വന്നു എന്നാണ് നമ്മളൊക്കെ ആദ്യം ധരിച്ചത്. നമുക്ക് മനസ്സിലായി ആ മണ്ണല്ല ഒലിച്ചു വന്നത്. മണ്ണ് കൂട്ടിയിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വലിയ തോതിൽ വെള്ളം ഇറങ്ങും, വെള്ളം അവിടെ ബ്ലോക്ക് ആവും. വെള്ളം ബ്ലോക്കായാൽ, ഹൈഡ്രോളജിക്കൽ ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്ക് മണ്ണിനെ അസ്ഥിരമാക്കും, അത് ഇടിയാൻ തുടങ്ങും. അങ്ങനെ ഇടിഞ്ഞു വന്നതാണ്. ഒരുപക്ഷെ മണ്ണ് കൂട്ടിയിട്ടെടുത്തിട്ടായിരിക്കില്ല ഇടിയ, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പൊ തന്നെ പറയുന്നത്, കമ്പനി പറയുന്നത്, ഞങ്ങൾ മണ്ണ് കൂട്ടി, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ വാൾ ഉണ്ടാക്കി, കോൺക്രീറ്റ് വാൾ ഉണ്ടാക്കി, 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് വാൾ ഉണ്ടാക്കി, 7 മീറ്ററെങ്കിലും ഉയരത്തിൽ കോൺക്രീറ്റ് വാൾ വേണമെന്നും ആ കോൺക്രീറ്റ് വാളിന്റെ അടിത്തറ താഴെ പാറയിൽ, നമ്മളിപ്പോ ഒരു കുന്നിന്റെ മുകളിൽ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഫോഴ്സ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ ബേസ് പാറയിലാണ് കൊണ്ടുവരിക. ഇത് പാറ തൊട്ടിട്ടില്ല, പാറയിൽ തൊടാതെ കോൺക്രീറ്റ് ഭിത്തി ഉണ്ടാക്കി. അപ്പൊ എന്ത് പറ്റും? പാറയിൽ തൊടാതെ വന്നു കഴിഞ്ഞാൽ ഒന്ന്, ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചലനങ്ങളുണ്ട്. അവിടുന്ന് വെള്ളവും മണ്ണും വലിയ തോതിൽ ഒലിച്ചു വന്നാൽ ഈ ഭിത്തിയും തകർന്ന് ഇതെല്ലാം കൂടി താഴേക്ക് പോകും, ഭിത്തിയും താഴേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യം. അപ്പോ ഇതിൽ ആർക്കാണ് തെറ്റുപറ്റിയത്? ഇത് രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല. കാരണം രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. പിണറായി വിജയന്റെ 5 വർഷം, സതീശന്റെ 5 വർഷം, ഇനി വേറെ ആരെങ്കിലും 5 വർഷം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം ഇത് 100 വർഷത്തേക്ക് നിലനിൽക്കേണ്ട, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിലനിൽക്കേണ്ട ഒരു തുരങ്കമാണ്. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അതിരൂക്ഷമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതിതീവ്ര മഴ എപ്പോൾ വേണം, ഇതിപ്പോ അതിതീവ്ര മഴയൊന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം 260 മില്ലിമീറ്റർ മഴ ഇതുവരെ പെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴയൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിതീവ്ര മഴ ഇനിയും ഉണ്ടായാൽ എന്തായിരിക്കും വയനാട്ടിൽ സംഭവിക്കുക? ഈ നേരത്തെ ഇവിടെ അന്വേഷണം 2 അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. എന്തായാലും വരട്ടെ. പാരിസ്ഥിതികാനുമതി നൽകിയപ്പോൾ ഉള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ അതിലുണ്ട്. അനുമതി കിട്ടിയതിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ചിലത് ബൈപ്പാസ് ചെയ്തു പോയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ വരും. നമുക്ക് വയനാട്ടുകാരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ തുരങ്കം നിർമ്മാണം നടന്നതിന് ശേഷം, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ നിർമ്മാണം നടന്നതിന് ശേഷം ഇപ്പൊ 110 മീറ്റർ അകലെയാണ് ഉരുൾപൊട്ടിയതെങ്കിൽ വലിയൊരു ഉരുൾപൊട്ടൽ അതിനപ്പുറത്തുണ്ടാവുകയും മുണ്ടക്കൈ ചൂരൽമല പോലെ ഒരു ഉരുൾപൊട്ടൽ ഇനി എപ്പോഴെങ്കിലും ഉണ്ടായാൽ അതിലെ സംഗതി മുഴുവൻ ഈ ചുരത്തിലേക്കാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് ചുരത്തിൽ ആയിരക്കണക്കിന് 7 കിലോമീറ്റർ ഉണ്ട്, ആയിരക്കണക്കിന് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആ മനുഷ്യരുടെ അവസ്ഥ? ഇത് നമ്മൾ കാണണ്ടേ? ഇങ്ങനൊരു സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി തന്നെ പാരിസ്ഥിതിക വിഷയത്തിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു അപകടം ഉണ്ടാവുമെന്ന് തോന്നിയാൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിർമ്മാണം തുടരാവൂ. ഉണ്ടാവുമോ എന്ന് സംശയം വന്നാൽ. കാരണം അതാണ് നമ്മുടെ മുൻകരുതൽ തത്വം എന്ന് പറയുന്നത്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. ആ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഇവിടെ എടുത്തോ, നമ്മളത് എടുക്കണോ? ഇത് കേവലം LDF-ന്റെ പദ്ധതി, UDF-ന്റെ പദ്ധതി എന്ന അർത്ഥത്തിൽ ഇതിനെ കാണരുത്. കാരണം ദീർഘകാലം മനുഷ്യന്റെ ആയുസിനേക്കാൾ കൂടുതൽ നിൽക്കേണ്ട ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പശ്ചിമഘട്ടം ദുർബലമാണ്, അറബിക്കടലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, മഴയുടെ പാറ്റേണിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇത് കണക്കിലെടുത്ത് വേണം ഇത് മുന്നോട്ട് പോകാൻ. ആരുടെയും പ്രസ്റ്റീജായി ഇത് ഉണ്ടാകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്.